പൊളിച്ചെഴുതേണ്ട സമയം കഴിഞ്ഞു. ഈ പരമ്പരാഗതമായ തെരഞ്ഞെടുപ്പ് പ്രവർത്തന രീതി ഉപേക്ഷിക്കേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു. കാരണം ഇത്രയും സോഷ്യൽ മീഡിയയും IT രംഗവും ഇത്രയും ട്രാൻസ്പെറൻ്റ് ആയി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ ചുവരെഴുത്തും മൈക്ക് അനൗൺസ്മെന്റും ഈ പര്യടനവും ഇത്തരത്തിലുള്ള പരമ്പരാഗതമായിട്ടുള്ള പ്രവർത്തന ശൈലി രീതി എല്ലാ പാർട്ടികളും ആലോചിക്കണം. ഇലക്ഷൻ കമ്മീഷൻ തീരുമാനിക്കും. എന്തിനാ ഈ മൈക്ക് അനൗൺസ്മെന്റ്? എത്ര ലക്ഷം രൂപയാണ് ഈ മൈക്ക് അനൗൺസ്മെന്റിന് വേണ്ടി ചെലവഴിക്കുന്നത്? ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനങ്ങളിലൂടെ ശബ്ദമലിനീകരണം ഉണ്ടാക്കാമെന്നല്ലാതെ അത് കേട്ടുകൊണ്ട് ഒരാൾ വോട്ട് ചെയ്യാൻ പോകുന്നില്ല. ഈ കലാശക്കൂട്ട് എന്തിനാണ് ഈ കലാശക്കൂട്ട്? സത്യത്തിൽ എന്തെല്ലാം സംഘർഷങ്ങളുണ്ട്. ഇതൊക്കെ ഒരു പരിഷ്കൃത ജനാധിപത്യ സമൂഹത്തിന് ആവശ്യമായിട്ടുള്ള കാര്യമല്ല. ഇപ്പൊ തമിഴ്നാട്ടിൽ ചുവരെഴുത്തില്ല, തമിഴ്നാട്ടിൽ ഉച്ചഭാഷണി, എന്തെല്ലാം കാര്യങ്ങൾ അവിടെ ഉപേക്ഷിച്ചു. അവിടെയും തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളിലും തെരഞ്ഞെടുപ്പ് രീതികളിലുമൊക്കെ ഞങ്ങൾ നിരന്തരം തെരഞ്ഞെടുപ്പ് ചെലവ് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ വഹിക്കണം. വേണ്ടി വന്നാൽ ഇലക്ഷൻ കമ്മീഷന് അത്യാവശ്യം പോസ്റ്ററോ പ്രചരണ സാധന സാമഗ്രികൾക്ക് ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഉണ്ടാക്കി, SOP ഉണ്ടാക്കി കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ തന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണ സാധന സാമഗ്രികൾ എല്ലാ സ്ഥാനാർത്ഥികൾക്കും അത് മാനദണ്ഡം വെച്ചോ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കൊടുക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായാൽ വലിയ മാറ്റം സംഭവിക്കാൻ കഴിയും. നല്ല ഡിബേറ്റ് വരട്ടെ, ആരോഗ്യകരമായിട്ടുള്ള സംവാദങ്ങൾ വരട്ടെ. ഇപ്പൊ അമേരിക്കയിലൊക്കെ എത്രയോ ഡിബേറ്റ് നടക്കുന്നു. അതുപോലെ നമുക്കിപ്പോൾ ഡിബേറ്റിനുള്ള സംവിധാനങ്ങളുണ്ട്, സാഹചര്യങ്ങളുണ്ട്. അതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് കുറെ കൂടി പരിഷ്കൃതമായ രൂപത്തിലേക്ക് നമ്മുടെ തെരഞ്ഞെടുപ്പ് രീതി മാറേണ്ടതായിട്ടുണ്ട്. എന്തൊരു വേസ്റ്റേജ് ഓഫ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പോൾ കുറെ പേർക്ക് ജോലി കിട്ടുന്നുണ്ട്, വരുമാനം കിട്ടുന്നുണ്ട്, ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ എന്നാൽ പോലും ഒരു സൃഷ്ടിന്മുഖമായിട്ടുള്ള നിലപാടല്ല. തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളിലും നിയമങ്ങളിലും വലിയ മാറ്റം വരുത്തണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഇതിന്റെ ഒന്നും കാരണം ഇപ്പൊ ഞാൻ തന്നെ നല്ലതുപോലെ പരിചയമുണ്ട്, എന്നെ എല്ലാവർക്കും അറിയാം, പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. പക്ഷേ തെരഞ്ഞെടുപ്പിന്റെ രീതി ആയതുകൊണ്ട് പോകുന്നു, പരിചയപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ഒരാൾ ചെയ്യുമ്പോൾ മറ്റൊരാൾക്ക് ചെയ്യാതിരിക്കാൻ കഴിയില്ല. പാർട്ടികൾ തീരുമാനിച്ചാലും ഇലക്ഷൻ കമ്മീഷൻ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണ്. കലാശക്കൂട്ട് വേണ്ടി വന്നാൽ ഉച്ചഭാഷണി വേണ്ടാന്നേ മതി. ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനങ്ങളിലെ ഉച്ചഭാഷണിയെങ്കിലും അവസാനിപ്പിക്കുക. ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനങ്ങളിലെ ഉച്ചഭാഷണി, അതുപോലെ ഈ ചുവരെഴുത്ത്, ഒരു കാര്യവുമില്ല. ഇതൊക്കെ ആദ്യം ഒരു ട്രെൻഡ് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്തത് മാത്രമാണ്. അതിനുശേഷം ഈ ചുവരെഴുത്തൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ല. പോസ്റ്ററിംഗ് ഒക്കെ വേണ്ടതാണ്, അത്യാവശ്യം പോസ്റ്ററിംഗ്, അതുപോലെ ലഘുലേഖകൾ, ഹൗസ് ക്യാമ്പയിൻ, പൊതുയോഗങ്ങൾ നടത്തട്ടെ, പബ്ലിക് മീറ്റിംഗ്സ് നടത്തട്ടെ. അവരവരുടെ പബ്ലിക് മീറ്റിംഗ്സും ഡിബേറ്റ്സും ഇതൊക്കെ നടത്തുന്നതിന് കുഴപ്പമില്ല. പക്ഷെ ആവശ്യമില്ലാത്ത ഒരുപാട് ചെലവ് തെരഞ്ഞെടുപ്പുമായി കലാശക്കൂട്ട് ഉൾപ്പെടെ ഉള്ളത്. ഇപ്പൊ ഈ പറഞ്ഞുകൊണ്ട് DJ പാർട്ടിയാണ്. എത്ര സംഘർഷങ്ങളാണ് ഉണ്ടായത്. DJ പാർട്ടി ഇപ്പൊ ചവറയിൽ തന്നെ ഉണ്ടായ സംഘർഷം DJ പാർട്ടിയുമായി ബന്ധപ്പെട്ടാണ്. ഇപ്പോഴും ആശുപത്രിയിലാണ് 3 പിള്ളേര്, തലപൊട്ടി ഇപ്പോഴും ആശുപത്രിയിലാണ്. അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കി കുറെ കൂടി മെച്യൂർഡ് ആയിട്ടുള്ള ഒരു ഡെമോക്രാറ്റിക് എലക്ഷൻ നടക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. ഇത് വരുമ്പോഴാണ് തീവ്രമായ വൈകാരികവൽക്കരണം വരുന്നതും സംഘർഷം ഉണ്ടാക്കുന്നതും ഒക്കെ ഈ ബഹളം ഉണ്ടാകുമ്പോഴാണ്.